ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രവചന ദൂത് രൂപാന്തരം എന്നുള്ള വിഷയമാണ്. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ ദൈവദിനത്തിന് മുമ്പാകെ ദൈവിക ആലോചനകൾ ഏറ്റെടുത്ത് സമർപ്പിക്കപ്പെടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. രൂപാന്തരം പ്രകൃതിയിൽ നിത്യേന കാണുന്ന ഒരു പ്രതിഭാസമാണ്. വിത്തായി വീണ് വൃക്ഷമായി മാറുന്ന രൂപാന്തരം കേവലം ഒരു തേങ്ങാപ്പൂൾ പോലെ വന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണ രൂപം ദൃശ്യമാക്കപ്പെടുന്ന പൂന്തിങ്കൾ, പുഴുവിൽ നിന്ന് ചിത്രശലഭത്തിലേക്കുള്ള പരിവർത്തനം, ബുദ്ധിയുള്ള മനുഷ്യന് ഗ്രഹിക്കുവാൻ ദൈവം തന്ന അനുഗ്രഹങ്ങളാണിവയൊക്കെ. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതം വളരെ വിലപ്പെട്ടതാണ്. അത് മരണം വരെയും രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. നിരന്തരം തുടരേണ്ട ഒരു പ്രക്രിയയാണ് രൂപാന്തരം. ജന്മനാ മനുഷ്യൻ ഭാവിയും ആദാമ്യ പ്രകൃതിക്ക് വിധേയനുമാണ്. ഒരു തിരിച്ചറിവെത്തിയാൽ ഏവരും പരിവർത്തനത്തിന് സമർപ്പിക്കപ്പെടണം. എബ്രായലേഖനം 11:24 നാം ഇങ്ങനെ വായിക്കുന്നു, മോശ താൻ വളർന്നപ്പോൾ ആ പ്രക്രിയ തുടങ്ങി. അവിടെ ഇങ്ങനെ കാണാൻ കഴിയും, ചില തെരഞ്ഞെടുപ്പുകൾ, ചില നിർണയങ്ങൾ, അപ്പോൾ തന്നെ കാഴ്ചപ്പാടുകൾ, ദൈവ വിളിയോടുള്ള പ്രതികരണം, തിരസ്കരണങ്ങൾ, വേർപാട്, ഇതെല്ലാം മോശയുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലുണ്ടായ വ്യത്യാസങ്ങളാണ്. ഇതൊരു പ്രക്രിയയുടെ ഭാഗമാണ്. മനുഷ്യൻ ഉരുവാക്കപ്പെടുന്ന രൂപമല്ല ജനിക്കുമ്പോഴത്തെ രൂപം ബാല്യത്തിലും പിന്നത്തെ കൗമാരത്തിലും അതിന്റെ ഭാവഭേദങ്ങൾ യൗവനത്തിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. വാർദ്ധക്യമാവുമ്പോഴേക്കും എന്തൊരു വ്യത്യാസമാണ് മനുഷ്യ പ്രകൃതിക്ക് ഉണ്ടാകുന്നത്. ബാഹ്യമായ ഈ പരിണാമം ആന്തരിക പരിവർത്തനത്തിന്റെ പാഠമായി നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ആശയം എന്ന് പറയുന്നത്, തേജസ്കരണം കൂടാതെ സ്വർഗീയം അതിനെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ സ്വർഗം പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് 1 കൊരിന്ത്യർ ലേഖനം 15:52 അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. എന്നാണ് ഇതിന്റെ വേദശാസ്ത്രം. നാം 1 കൊരിന്ത്യർ ലേഖനം 15 പഠിക്കുമ്പോൾ രൂപാന്തരത്തിന്റെ വിശദീകരണങ്ങൾ നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. അതിന്റെ ആവശ്യകത, അപ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യത, പ്രത്യേകത, ആഘോഷം, അതിന്റെ സമാപ്തി, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഈ അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. എന്താണ് രൂപാന്തരത്തിന്റെ ആവശ്യകത? 1 കൊരിന്ത്യർ ലേഖനം 15:56 രൂപാന്തരം ആവശ്യമായിരിക്കുന്നതിന്റെ കാരണം ദ്രവത്വമുള്ള ശരീരം അല്ലെങ്കിൽ ദ്രവിക്കുന്ന ശരീരം. ദൈവത്തിന്റെ വചനം പറയുന്നു, മാംസരക്തങ്ങൾക്ക് ദൈവരായിട്ട് അവകാശമാക്കുവാൻ കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:6 ഒരിക്കലും മാംസരക്തങ്ങൾക്ക് ദൈവരായത്തിൽ പ്രവേശിക്കുവാനോ കടക്കുവാനോ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ആത്മാവാകും. അതുകൊണ്ട് മനുഷ്യൻ ആത്മാവിൽ വീണ്ടും ജനിക്കണം. ഈ സൃഷ്ടിപരമായ രൂപാന്തരമാണ് സ്വർഗത്തിൽ പോകുന്നതിനുള്ള അടിസ്ഥാനപരമായ ആവശ്യം. എന്നാൽ ഇത് സാധിച്ചാൽ തന്നെയും ശരീരം രൂപാന്തരപ്പെടുന്നില്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ആത്മാവ് ജീവിപ്പിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ ബാഹ്യപ്രകൃതി, ശരീരം ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടില്ല. ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സഹായത്താൽ എനിക്ക് ആത്മാവിൽ നീതീകരണം ലഭിച്ചു. എൻ്റെ ആത്മീയ മനുഷ്യൻ ജീവിച്ചു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ആത്മാവ് സജീവമായി. എന്നാൽ ശരീരത്തിന്റെ രൂപാന്തരം സംഭവിക്കുന്നത് അത് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിലാണ് ഈ വലിയ പ്രോസസ് നടക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം എല്ലാവരും രൂപാന്തരപ്പെടുക തന്നെ ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 15:51 മുതൽ 54 വരെ രൂപാന്തരത്തിന്റെ വിശദീകരണം നൽകുകയാണ്. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ശരീരം നാറ്റം വെക്കുന്നതാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ലാസറിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ കല്ലറയ്ക്കുള്ളിലാണ്, 4 ദിവസമായി നാറ്റം വെച്ചു. ഈ ശരീരം ദ്രവത്വമുള്ളതാണ്, ജീർണിച്ചു പോകുന്നതാണ്, നശിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന് നൽകുന്ന പ്രത്യാശ ഫിലിപ്പിയർ ലേഖനം 3:21 നാം കാണുന്നു. നമ്മുടെ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും, ബലഹീന ശരീരം ശക്തി പ്രാപിക്കും, പ്രാകൃത ശരീരം ആത്മീക ശരീരത്തെ നേടും. എത്ര ഭാഗ്യകരമായ അവസ്ഥകൾ! കണ്ണീരുള്ള തുമ്പങ്ങളുടെ, കഷ്ടതകളുടെ, യാതനകളുടെ ഇഹലോക ജീവിതത്തിന് വിരാമം ഇട്ടുകൊണ്ട് കണ്ണീരില്ലാത്ത, കഷ്ടതകളില്ലാത്ത, വേദനകളില്ലാത്ത, രോഗമില്ലാത്ത ശരീരവും ഒരു ജീവിതവും നാം കരഗതമാക്കും. അതിന്റെ ഒരു ആഘോഷമാണ് ഈ അധ്യായം 15:55 വാക്യങ്ങളിൽ നാം കാണുവാൻ കഴിയുന്നത്. രൂപാന്തരത്തിന്റെ ആഘോഷം. ഈ ഭൂമിയിൽ പാർക്കുന്ന ദൈവജനം മൺമറിഞ്ഞാലും ഉയർത്തെഴുന്നേറ്റ് സകല വിശുദ്ധന്മാരോട് കൂടെ കാഹളം ധ്വനിക്കുമ്പോൾ നാം രൂപാന്തരപ്പെടും. വേറൊരു ഗോളത്തിന്റെ ആകർഷണ വലയത്തിൽ പെടുകയും ഇവിടെ നിന്ന് ഉയരുകയും നാം ചെയ്യും. അതിന്റെ അർത്ഥം, കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ
രൂപാന്തര ശരീരത്തോടെ നാം തേജസ്കരിക്കപ്പെട്ട് നാം ഉൽപ്രാവണം പ്രാപിക്കും. ഇതൊരു എടുക്കപ്പെടലാണ്. പ്രിയമുള്ളവരെ, ആ ആരോഹണത്തിൽ തങ്ങളെ കാത്തിരുന്ന മരണത്തെ നോക്കി ജീവനോടെ ഇരിക്കുന്നവരും തങ്ങളെ അടക്കി വെച്ച കല്ലറയെ നോക്കി ഉയർത്തെഴുന്നേറ്റവരും യഥാക്രമം ഇങ്ങനെ വിളിച്ചു പറയും: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? ഇത് മൺമറഞ്ഞ വിശുദ്ധന്മാരും ജീവനോടെ ഇരുന്ന് രൂപാന്തരപ്പെട്ട വിശുദ്ധ സംഘവും ഒരുപോലെ ഗാനപ്രതിഗാനമായി പാടും. ഇതാണ് പ്രിയമുള്ളവരെ ഭാവിയിൽ നടക്കുന്ന ഏറ്റവും വലിയ രൂപാന്തര പ്രക്രിയ. ഈ രൂപാന്തരത്തിന് 3 പ്രത്യേക യോഗ്യതകൾ ആവശ്യമാണ്. ഒന്ന്, നിയമപരമായ യോഗ്യത, ജുഡീഷ്യൽ ഫിറ്റ്നസ്. അത് മറ്റൊന്നുമല്ല, വീണ്ടും ജനനമാണ് ഈ രൂപാന്തരത്തിന് ആവശ്യമായ നിയമപരമായ യോഗ്യത. യേശുക്രിസ്തുവിന്റെ രക്തമാണ് ഈ യോഗ്യത നമുക്ക് തരുന്നത്. രണ്ടാമത്തത് ആത്മീയമായ യോഗ്യത, സ്പിരിച്വൽ ഫിറ്റ്നസ്. ഇതും വീണ്ടും ജനനത്താൽ ഉറപ്പാക്കുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന പുതിയ പ്രകൃതിയെ കൊണ്ട് കിട്ടുന്ന ഒരു സവിശേഷമായ മാറ്റമാണ് ഈ രൂപാന്തരം. അതിന്റെ അർത്ഥം വിണ്മയമായ ശരീരം. നാമും അക്ഷയ തേജസ്സോടെ മണ്ണിന്റെ പ്രാകൃത ശരീരം വിട്ട് ദ്രവത്വത്തെ വിട്ട് അദ്രവത്വത്തെ പ്രാപിക്കുന്ന ആത്മീയമായ യോഗ്യത. അപ്പോൾ തന്നെ ഇതിനൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ്, ശാരീരിക യോഗ്യത. ഇത് രൂപാന്തരത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നിയമപരമായും ആത്മീയമായും യോഗ്യത നേടിയവർക്കെല്ലാം ഈ അവസ്ഥ ലഭ്യവുമാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ രൂപാന്തരത്തിനും നമ്മുടെ ഉൽപ്രാവണത്തിനും നമുക്ക് ഉള്ള ഏറ്റവും വലിയ ഉറപ്പ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപാന്തരവും സ്വർഗാരോഹണവുമാണ്. തോമസിന് ആയാറിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം ഇത് തന്നെയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, വിശുദ്ധന്മാർ എടുക്കപ്പെടും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം കർത്താവിൽ പ്രത്യാശ വെക്കുന്നെങ്കിൽ നമ്മുടെ പ്രത്യാശ വരുവാനുള്ളതത്ര, നിത്യമായതത്ര, ഇളകാത്ത രാജ്യമത്ര, ലഭിക്കാനുള്ള മഹാപ്രതിഫലങ്ങൾ അത്ര, തേജസ്സിന്മേൽ തേജസ് അത്ര, നാം അവനെ മുഖാമുഖമായി കാണും എന്നുള്ളതത്ര, നാം അവനോട് സദൃശന്മാരായി തീരും എന്നുള്ളതത്ര. ആ പ്രത്യാശയെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവിന്റെ വേലയിൽ എപ്പോഴും നമുക്ക് വർദ്ധിച്ചു വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.